കേരളത്തിന്റെ തീരപ്രദേശങ്ങൾ എന്നും പ്രകൃതിയുടെ അനുഗ്രഹവും എന്നാൽ ചിലപ്പോൾ അതിന്റെ കെടുതികളും ഒരുപോലെ അനുഭവിച്ചവയാണ്. ഇത്തവണയും ഉയർന്ന തിരമാലകളുടെയും കടലാക്രമണത്തിന്റെയും സാധ്യതയെക്കുറിച്ച് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ മുന്നറിയിപ്പ് തീരദേശവാസികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സുരക്ഷയെക്കുറിച്ച് കാര്യമായ ആശങ്ക ഉയർത്തുന്നുണ്ട്. ഞായറാഴ്ച രാത്രി 8:30 വരെ 2.8 മുതൽ 3.5 മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇത് സാധാരണ തിരമാലകളേക്കാൾ വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിഭാസത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. ഉയർന്ന തിരമാലകൾ രൂപപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട്. പ്രധാനമായും ദൂരെയുള്ള കടലിൽ രൂപപ്പെടുന്ന ശക്തമായ കാറ്റുകളാണ് ഇതിനൊരു കാരണം. ഈ കാറ്റുകൾ കടലിന്റെ ഉപരിതലത്തിൽ വലിയ തിരമാലകൾക്ക് രൂപം നൽകുന്നു. ഈ തിരമാലകൾക്ക് ദൂരയാത്ര ചെയ്യാനുള്ള കഴിവുണ്ട്. അവ തീരങ്ങളിലേക്ക് അടുക്കുമ്പോൾ കടലിന്റെ ആഴം കുറയുന്നതിനനുസരിച്ച് അവയുടെ വേഗത കുറയുകയും ഉയരം കൂടുകയും ചെയ്യും. ഇത് കടൽ തീരങ്ങളിൽ വലിയ തിരമാലകളായി മാറുന്നു. ചിലപ്പോൾ കടലിനടിയിൽ ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളോ മറ്റ് പ്രകൃതി പ്രതിഭാസങ്ങളോ സുനാമി പോലുള്ള വലിയ തിരമാലകൾക്ക് കാരണമാകാറുണ്ട്. എന്നാൽ നിലവിലെ മുന്നറിയിപ്പ് പ്രധാനമായും കാറ്റുമൂലമുണ്ടാകുന്ന ഉയർന്ന തിരമാലകളെക്കുറിച്ചാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളും ആഗോള താപനവും ഇത്തരം പ്രതിഭാസങ്ങളുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നതായി പഠനങ്ങൾ പറയുന്നുണ്ട്. സമുദ്രജലത്തിന്റെ താപനിലയിൽ ഉണ്ടാകുന്ന വർധനവ് ചുഴലിക്കാറ്റുകളുടെയോ മറ്റ് തീവ്ര കാലാവസ്ഥാ പ്രതിഭാസങ്ങളുടെയോ രൂപീകരണത്തിന് അനുകൂലമായ സാഹചര്യവും ഒരുക്കുന്നുണ്ട്. ഇത് പരോക്ഷമായി ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണങ്ങൾക്കും കാരണമാകുന്നുണ്ട്. കാലാവസ്ഥാ മുന്നറിയിപ്പുകളിൽ ഓറഞ്ച് അലർട്ട് എന്നാൽ അതീവ ജാഗ്രത ആവശ്യമായ സാഹചര്യമാണ്. ഇത് പ്രഖ്യാപിക്കുന്ന പ്രദേശങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. തിരമാലകളുടെ ഉയരം, അവയുടെ തീവ്രത, കടൽക്ഷോഭ സാധ്യത എന്നിവയെല്ലാം പരിഗണിച്ചാണ് INCOIS ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന കേരളത്തിലെയും കന്യാകുമാരിയിലെയും പ്രധാന പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നത് ഒന്ന് തിരുവനന്തപുരം ജില്ലയിലാണ്. കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയുള്ള സ്ഥലങ്ങളാണ്. അവിടെ ജൂൺ 14 രാത്രി 8:30 വരെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം കൊല്ലം ജില്ലയിലും ആലപ്പാട് മുതൽ ഇടവ വരെയും, ആലപ്പുഴ ജില്ലയിൽ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെയും, എറണാകുളം ജില്ലയിൽ മുനമ്പം FH മുതൽ മറുവക്കാട് വരെയുള്ള 2 പ്രദേശങ്ങളും ഉൾപ്പെടുന്നുണ്ട്. തൃശൂർ ജില്ലയിൽ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയും, മലപ്പുറം ജില്ലയിൽ കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെയും, കാസർഗോഡ് ജില്ലയിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും, കണ്ണൂർ ജില്ലയിൽ വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും ജൂൺ 15 രാവിലെ 8:30 മുതൽ രാത്രി 8:30 വരെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ചേമ്പാല മുതൽ രാമനാട്ടുകര വരെയും, കന്യാകുമാരി ജില്ലയിൽ നീരാടി മുതൽ ആരോഗ്യപുരം വരെയുള്ള തീരങ്ങളിലും ജൂൺ 14 വൈകുന്നേരം 5:30 വരെ 2.9 മുതൽ 3.1 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. ഈ പ്രദേശങ്ങളിലെല്ലാം തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ഉയർന്ന തിരമാലകൾ സാധാരണയായി കടലാക്രമണത്തിന് കാരണമാകാറുണ്ട്. ഇത് തീരപ്രദേശങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾക്ക് വഴിവെച്ചേക്കാം. കടൽഭിത്തികൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ തീരത്തോട് ചേർന്നുള്ള വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യതയുമുണ്ട്. ചിലപ്പോൾ വീടുകൾ പൂർണ്ണമായി തകരാനും സാധ്യതയുണ്ട്. തീരദേശ റോഡുകളിൽ മണൽ അടിഞ്ഞുകൂടുകയോ കടൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുകയോ ചെയ്യാം. മത്സ്യബന്ധന മേഖലകൾക്ക് ഇത് നാശനഷ്ടവും സംഭവിപ്പിക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങൾ, വലകൾ, ചെറിയ വള്ളങ്ങൾ എന്നിവ തിരമാലകളിൽപ്പെട്ട് നശിക്കാൻ സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്തത് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ കാര്യമായി ബാധിക്കാനും ഇടയാകും. അതോടൊപ്പം മനുഷ്യജീവന് ഭീഷണിയുമാണ്. ഏറ്റവും പ്രധാനമായി അശ്രദ്ധമായി കടലിൽ ഇറങ്ങുന്നവർക്കും തീരത്ത് നിൽക്കുന്നവർക്കും ഉയർന്ന തിരമാലകൾ ജീവന് തന്നെ ഭീഷണിയായേക്കാം. കടലിൽ കുളിക്കാനിറങ്ങുന്നവരെയും വിനോദസഞ്ചാരികളെയും അപകടത്തിൽപ്പെടുത്താൻ സാധ്യതയുണ്ട്. തീരദേശ മണ്ണൊലിപ്പ് വർദ്ധിക്കാനും കണ്ടൽക്കാടുകൾ പോലുള്ള ആവാസ വ്യവസ്ഥകൾക്ക് നാശനഷ്ടം സംഭവിക്കാനും ഇത് സാധ്യതയുണ്ട്. അതോടൊപ്പം ഈ സാഹചര്യത്തിൽ അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടത് ഓരോ വ്യക്തിയുടെയും കടമയാണ്. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അധികാരികളുടെ നിർദ്ദേശാനുസരണം അപകട മേഖലകളിൽ നിന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണം. ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയാണെങ്കിൽ അവിടേക്ക് മാറാൻ മടിക്കരുത്. അതോടൊപ്പം മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ബോട്ടുകളും വള്ളങ്ങളും സുരക്ഷിതമായി ഹാർബറിൽ കെട്ടിയിടണം. അവ തമ്മിൽ സുരക്ഷിതമായ അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകടങ്ങൾ ഒഴിവാക്കാനും സഹായിക്കും. മത്സ്യബന്ധന ഉപകരണങ്ങൾ സുരക്ഷിതമായി എടുത്തു മാറ്റുകയോ കെട്ടിയിടുകയോ ചെയ്യണം. കടൽ വിനോദങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം.
സാഹസികത കാണിക്കുന്നത് ജീവന് തന്നെ ആപത്താണ്. കുട്ടികളെ കടൽ തീരങ്ങളിൽ നിന്നും അകറ്റി നിർത്തുക. കോസ്റ്റൽ പോലീസ്, ദുരന്ത നിവാരണ അതോറിറ്റി, ഫിഷറീസ് വകുപ്പ് എന്നിവ നൽകുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കുകയും അത് അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്യുക. മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വരുന്ന ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കുക. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. തീരദേശ റോഡുകളിലൂടെയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. കടൽ വെള്ളം കയറാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുന്നത് ഒഴിവാക്കുക. ഇത്തരം പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ചില പരിഹാരങ്ങളും ആവശ്യമാണ്. കടൽ ഭിത്തികളുടെ നിർമ്മാണമാണ്. കടലാക്രമണം രൂക്ഷമായ പ്രദേശങ്ങളിൽ ശാസ്ത്രീയമായ കടൽ ഭിത്തികൾ നിർമ്മിക്കുന്നത് ഒരു പരിധിവരെ നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും.